നമസ്കാരം. പ്രവാസി വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. യുഎഇയിൽ ഇന്ന് 2876 കോവിഡ് കേസുകൾ. ഗൾഫ് മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം. ആധുനിക ഒമാനെ പടുത്തുയർത്തിയ സുൽത്താന്റെ ഓർമ്മകളിൽ രാജ്യം. പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന് ആശംസാ പ്രവാഹം. പുരസ്കാരം സാമൂഹിക ജീവകാരുണ്യ മേഖലകളിലെ പ്രവർത്തനങ്ങൾ. പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ലഭിച്ചതിന്റെ അഭിമാനത്തിൽ ഡോക്ടർ കെ.ജി. ബാബുരാജ്. പുരസ്കാരം പ്രവാസി സാമൂഹിക മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ചു. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. ഇല്ലായ്മകളിൽ നിന്ന് ആധുനിക ഒമാനെ പടുത്തുയർത്തിയ സുൽത്താൻ ഖാബൂസ് അറബ് ലോകത്ത് ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന ഭരണാധികാരി കൂടിയായിരുന്നു. ആധുനിക ഒമാന്റെ ശില്പിയായ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് 2020 ജനുവരി 10-നാണ് വിടവാങ്ങിയത്. ആധുനിക ഒമാന്റെ ഏത് ചരിത്രത്തെയും സുൽത്താൻ ഖാബൂസിന് മുമ്പും ശേഷവും എന്ന രീതിയിൽ തരംതിരിക്കാം. പരിമിതമായ എണ്ണ സമ്പത്തിനെ ഗുണകരമായ രീതിയിൽ വിനിയോഗിച്ച് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സുൽത്താന് കഴിഞ്ഞു. സുൽത്താൻ ഖാബൂസ് അധികാരമേൽക്കുന്നതിന് മുൻപ് അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും അപ്രധാന രാജ്യമായിരുന്നു ഒമാൻ. എന്നാൽ 50 വർഷങ്ങൾക്കിപ്പുറം ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രാജ്യമായി ഒമാൻ മാറി. മികച്ച രാജ്യതന്ത്രജ്ഞൻ കൂടിയായിരുന്നു സുൽത്താൻ ഖാബൂസ്. മേഖലയിലെയും ആഗോളതലത്തിലെയും നിരവധി സംഘർഷാവസ്ഥകൾക്ക് പരിഹാരം കാണാൻ ഒമാൻ നടത്തിയ ശ്രമങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ വരെ അംഗീകാരം നേടി. സുൽത്താൻ ഖാബൂസിന്റെ നയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഭരണമായിരിക്കും ഒമാൻ തുടരുകയെന്ന് അധികാരമേറ്റെടുത്തയുടൻ നടത്തിയ പ്രസംഗത്തിൽ സുൽത്താൻ ഹൈതം ചൂണ്ടിക്കാട്ടിയിരുന്നു. മേഖലയുടെ ഐക്യത്തിന് പ്രാധാന്യം കൊടുത്തുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്നും സുൽത്താൻ ഖാബൂസിന്റേത്. ന്യൂസ് ബ്യൂറോ, ഒമാൻ. ബഹ്റൈനിലെ പ്രമുഖ എഞ്ചിനീയറും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യവുമായ ഡോക്ടർ കെ.ജി. ബാബുരാജിന് പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ലഭിച്ചതിന്റെ അഭിമാനത്തിലാണ് ബഹ്റൈൻ പ്രവാസികൾ. എഞ്ചിനീയർ എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തും പ്രവാസി സാമൂഹിക മേഖലയ്ക്ക് നൽകിയ നിസ്തുലമായ സംഭാവനകളും പരിഗണിച്ചാണ് പുരസ്കാരം. ബഹ്റൈനിലെ സാമൂഹിക ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായ കെ.ജി. ബാബുരാജൻ ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ആധുനിക ബഹ്റൈന്റെ നിർമ്മിതിയിൽ സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ബഹ്റൈനിലും നാട്ടിലുമായി നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് കെ.ജി. ബാബുരാജന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രളയ ദുരിതബാധിതർക്കും കോവിഡ് മഹാമാരിയെ തുടർന്ന് ദുരിതത്തിലായവർക്കും ബാബുരാജൻ സഹായങ്ങൾ നൽകിയിരുന്നു. കെ.ജി. ബാബുരാജന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് കൈരളി TV നേരത്തെ ബാബുരാജന് പുരസ്കാരം നൽകിയിരുന്നു. മറ്റു നിരവധി പുരസ്കാരങ്ങളും ഡോക്ടറേറ്റും ബാബുരാജന് തേടിയെത്തിയിട്ടുണ്ട്. തിരുവല്ലയിലെ കുറ്റൂർ ഗ്രാമത്തിൽ ജനിച്ച ബാബുരാജൻ സൗദി അറേബ്യയിലാണ് പ്രവാസ ജീവിതത്തിന് തുടക്കമിട്ടത്. സൗദിയിലെ പാലങ്ങൾ, റോഡുകൾ, സ്റ്റേഡിയങ്ങൾ കൂടാതെ സൗദി അരാംകോയുടെ വിവിധ പദ്ധതികളിലും ബാബുരാജൻ എന്ന നിർമ്മാണ വിദഗ്ധന്റെ സാന്നിധ്യമുണ്ട്. 1981 ബഹ്റൈനിലെത്തിയ ബാബുരാജൻ സൗദിയെയും ബഹ്റൈനും ബന്ധിപ്പിക്കുന്ന സൗദി ബഹ്റൈൻ കോസ്വേ നിർമ്മാണത്തിലും സുപ്രധാന പങ്കുവഹിച്ചു. ബഹ്റൈനിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളിലും ബാബുരാജിന്റെ നിർമ്മാണ വൈദഗ്ധ്യമുണ്ട്. കഴിഞ്ഞ 40 വർഷമായി ബഹ്റൈനിലെ സാമൂഹിക ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവമാണ് ബാബുരാജൻ. അർഹതക്കുള്ള അംഗീകാരമാണ് ഇപ്പോൾ ബാബുരാജന് തേടിയെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അധികാരമേറ്റിട്ട് നാളത്തേക്ക് 1 വർഷം തികയുകയാണ്. അധികാരാരോഹണത്തിന്റെ 1 വർഷം പ്രമാണിച്ച് സുൽത്താൻ ഹൈത്തം 285 തടവുകാർക്ക് മാപ്പ് നൽകി. ഇതിൽ 118 പേരും വിദേശികളാണ്. ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്കുള്ള വിമാന സർവീസ് ഏപ്രിൽ മുതൽ പുനരാരംഭിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച അന്താരാഷ്ട്ര യാത്രാ നിയന്ത്രണങ്ങളും മാർച്ച് 31-ന് നീക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ലഭിച്ച പശ്ചാത്തലത്തിലാണിത്. ഖത്തർ അതിർത്തി തുറന്ന സാഹചര്യത്തിൽ ദുബായിൽ നിന്ന് ഖത്തറിലേക്കുള്ള ആദ്യ വിമാനം നാളെ രാവിലെ പുറപ്പെടും. എലൈറ്റ് ഗ്ലോബൽ കാർഗോയുടെ കാർഗോ വിമാനമാണ് പുറപ്പെടുന്നത്. ഫ്ലൈ ദുബായ് വിമാനമാണ് സർവീസ് നടത്തുന്നതെന്ന് എലൈറ്റ് ഗ്ലോബൽ കാർഗോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഇസ്മായിൽ എലൈറ്റ് അറിയിച്ചു.
SNDP സേവനം UAEയുടെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടനം വെർച്വലായി സംഘടിപ്പിച്ചു. ദുബായ് കരാമ SNG ഹാളിൽ ഗണപതി പൂജയോടെയാണ് ആചാരപരിപാടികൾ ആരംഭിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗം വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം സേവനം UAE ചെയർമാൻ MK രാജന്റെ അധ്യക്ഷത വഹിച്ചു. ശിവഗിരി ധർമ്മസംഘം സെക്രട്ടറി ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തി. ആലുവ അദ്വൈതാശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ സ്വാമി ശിവസ്വരൂപാനന്ദ, SN ട്രസ്റ്റ് അംഗം പ്രീതി നടേശൻ, നാരായണ ഗുരുദേവ പ്രഭാഷകരായ വിജയാനന്ദൻ, ബിജു പുളിക്കലേടത്ത് തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. SNDP യോഗം സേവനം UAE വൈസ് ചെയർമാൻ ശ്രീധരൻ പ്രസാദ്, സെക്രട്ടറി KS വചസ്പതി, യൂത്ത് വിംഗ് കൺവീനർ സാജൻ സത്യ, വനിതാ വിഭാഗം കൺവീനർ ഉഷ ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. 30 വർഷം നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലേക്ക് പോകുന്ന റിയാദ് കേളി കലാസാംസ്കാരിക വേദി സുലൈ ഏരിയ യൂണിറ്റ് അംഗം ദാവൂദ് ഷാജിക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ യൂണിറ്റ് ട്രഷറർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആക്ടിംഗ് സെക്രട്ടറി ലത്തീഫ്, ഏരിയ സെക്രട്ടറി ബോബി മാത്യു, ഇമ്പച്ചി ബാവ, ശ്രീകുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അത്തല്ല കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ദാവൂദ് ഷാജി കൊല്ലം ചടയമംഗലം റോഡ് വിള സ്വദേശിയാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ദമാമിലെ പ്രമുഖ കാൽപന്ത് സംഘാടകൻ അഷ്റഫ് തലപ്പുഴയ്ക്ക് ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് മുജീബ് കളത്തിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സക്കീർ വള്ളക്കടവ് അഷ്റഫ് തലപ്പുഴയ്ക്കുള്ള ഉപഹാരം കൈമാറി. ചെയർമാൻ വിൽറഫ് ആൻഡ്രൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. റഫീഖ് കൂട്ടിലങ്ങാടി, റിയാസ് പറളി, മണി പത്രിപ്പാല, ഷുക്കൂർ അല്ലിക്കൽ, ജാബിർ അബ്ദുള്ള ഇരിക്കൂർ എന്നിവർ ആശംസകൾ നേർന്നു. UAEയിൽ കോവിഡ് കേസുകളിൽ ഇന്നും വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. UAEയിൽ ഇന്ന് 2876 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. ഗൾഫിലെ കോവിഡ് രോഗവ്യാപനത്തിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി T ജമാലുദ്ദീൻ ചേരുന്നുണ്ട്. ജമാൽ, ഗൾഫിലെ ഏറ്റവും പുതിയ കോവിഡ് കണക്കുകൾ എങ്ങനെയാണ്? ശ്രീലത, UAE ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ കോവിഡ് കേസുകൾ ഗണ്യമായ രീതിയിൽ കുറയുന്നു. പക്ഷേ അതേസമയം UAEയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിൽ കഴിഞ്ഞ 4-5 ദിവസമായി 2500-ലധികം കേസുകളാണ് പ്രതിദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നും 2876 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2,30,578 പേർക്ക് UAEയിൽ ഇതുവരെയായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 പേർ കൂടി മരിച്ചതോടെ 708 ആയി UAEയിലെ കോവിഡ് മരണസംഖ്യ മാറിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളൊക്കെ തന്നെ കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നു. സൗദിയിൽ നിന്ന് 117 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3,63,809 ആയി സൗദി അറേബ്യയിലെ കോവിഡ് കേസുകൾ വർദ്ധിച്ചിട്ടുണ്ട്. 5 പേർ കൂടി ഇന്ന് മരിച്ചു. 6,291 ആണ് സൗദിയിലെ ആകെ കോവിഡ് മരണസംഖ്യ. ഒമാനിൽ 538 പേർക്കാണ് ഇന്ന് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 ദിവസത്തെ കണക്കാണ് അധികൃതർ ഇന്ന് പുറത്തുവിട്ടത്. 1,30,608 പേർക്ക് ഒമാനിൽ ആകെ കോവിഡ് ബാധിച്ചിരിക്കുന്നു. 3 പേരാണ് മരിച്ചത്. 1,508 ആയി ഒമാനിലെ കോവിഡ് മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. 193 പേർക്കാണ് ഖത്തറിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 1,45,865 പേർക്ക് ഖത്തറിൽ കോവിഡ് ബാധിച്ചിരിക്കുന്നു. ഇതുവരെയായി 246 പേർ ഇവിടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈത്തിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി കോവിഡ് കേസുകൾ നേരിയ തോതിൽ വർദ്ധിക്കുന്നു. 414 പേർക്ക് ഇന്ന് കുവൈത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 1,54,314 പേർക്ക് കുവൈത്തിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. ഒരാൾ കൂടി ഇന്ന് മരിച്ചു. 943 ആണ് കുവൈത്തിലെ കോവിഡ് മരണസംഖ്യ. ബഹ്റൈനിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 95,317 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 355 പേർ ബഹ്റൈനിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെയും കോവിഡിനെതിരായ പ്രതിരോധ നടപടികൾ അങ്ങേയറ്റം ഊർജിതമാണ്. മാത്രവുമല്ല, മിക്ക ഗൾഫ് രാജ്യങ്ങളിലും UAEയിലും ഒമാനിലുമൊക്കെ കോവിഡ് വാക്സിന്റെ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിരോധ നടപടികൾ കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഗൾഫിലെ ഏറ്റവും പുതിയ കോവിഡ് കണക്കുകൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് T ജമാലുദ്ദീൻ നൽകിയത്.
മറ്റു റിപ്പോർട്ടുകളിലേക്ക് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് ആദ്യം ചർച്ച നടത്തിയത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വെൽഫെയർ ധാരണയെ മുല്ലപ്പള്ളി പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നു. ഇത് വ്യാജമെന്ന് വ്യക്തമാക്കുന്നതാണ് ഹമീദ് വാണിയമ്പലത്തിന്റെ പ്രസ്താവന. എന്നാൽ വെൽഫെയർ വെളിപ്പെടുത്തൽ മുല്ലപ്പള്ളി തള്ളി. വെൽഫെയർ പാർട്ടി ധാരണയുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വീകരിച്ച ഇരട്ടത്താപ്പാണ് പുറത്തായിരിക്കുന്നത്. വെൽഫെയറുമായുള്ള ധാരണ മുല്ലപ്പള്ളിയുടെ അറിവോടെയാണെന്ന പ്രസ്താവനയുമായാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം മുല്ലപ്പള്ളി ഏറ്റെടുക്കണം. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് പരാജയ കാരണം. അത് വെൽഫെയറിന്റെ തലയിൽ കെട്ടിവെക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക തല നീക്കുപോക്ക് UDFുമായിട്ട് ഉണ്ടായത് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി കൂടി അറിഞ്ഞിട്ടാണ്. കോൺഗ്രസിനുണ്ടായ പരാജയം, ആ പരാജയവും സ്വയം ഏറ്റെടുക്കുകയാണ് KPCC പ്രസിഡന്റ് ചെയ്യേണ്ടത്. അവരുടെ പരാജയത്തെ മൂടി വെക്കുന്നതിന് വേണ്ടി മാത്രമാണ് വെൽഫെയർ പാർട്ടിയെ കരുവാക്കുന്നത്. പല വാർഡുകളിലും UDF ജയിച്ചത് വെൽഫെയറിന്റെ വോട്ട് കൊണ്ടാണ്. UDFന് എവിടെയാണ് റിസൾട്ടിൽ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടായത്? അത് വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യം ചേർന്നെടുത്താണ് എന്നുള്ളത് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടക്കം മുതൽ ഒരു ധാരണയും വെൽഫെയറുമായി ഇല്ല എന്ന മുല്ലപ്പള്ളിയുടെ പ്രതികരണത്തിനൊടുവിലാണ് പരസ്യ പ്രതികരണവുമായി വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. മുല്ലപ്പള്ളിയുടെ അറിവോടെയാണ് ഇത്തരത്തിൽ ചർച്ച നടന്നെന്ന വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ UDFിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. അതേസമയം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതികരണം. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.